എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെന്നൈക്കുമാറിൽ നിന്നും ചോളൻ സൂപ്പർ ഫാസ്റ്റിന് കയറി നമ്മൾ തിരുച്ചിറപ്പള്ളി വന്നു. ഇനി ഇവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മയിലാടുതുറയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന മയിലാടുതുറൈ കോയമ്പത്തൂർ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. നമുക്ക് സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഒരു ഫ്രണ്ട് ഒരു അമ്പലം കാണാം കേട്ടോ, ഒരു ഗണപതി അമ്പലം. അപ്പോൾ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ സമയം 4:45 കഴിഞ്ഞു. 5:20 നമ്മുടെ ട്രെയിൻ. ഇനി പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. D2 ആണ് നമ്മുടെ കോച്ച് പൊസിഷൻ വരുന്നത്. ആണ് നമ്മുടെ കോച്ച് D2 കേട്ടോ. നമ്മുടെ ലോക്കോ അവിടെ നിന്ന് അവർ ഡീകപ്പിൾ ചെയ്തു. ഇനി അവിടെ നിന്ന് ഊരിയിട്ട് ആ ലോക്കോ തന്നെയാണോ ഇനി ആ സൈഡിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ, ഏത് ലോക്കോ ആണ്. അതാണ് നമ്മുടെ കോച്ചിൻ്റെ ഗിയർ. ഇവനാണ്ടോ നമ്മളെ ഇനി ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. റോയപുരം ഷെഡിൻ്റെ WP7 ആ ഈ റോഡിൻ്റെ മാറ്റി കേട്ടവർ. അപ്പോൾ ഇവനാണ് നമ്മളിനി തിരിച്ചെത്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് നമ്മളിപ്പോൾ ഡിലേ ആയി. 5:20 ഇപ്പോൾ എടുക്കേണ്ടത്. പക്ഷേ 5:30 ഇപ്പോൾ ടൈം. ആ ലോക്കർ റിവേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ അതിൻ്റെ D6 കോച്ചിലോട്ട് മാറി കേട്ടോ. നമ്മുടെ D2-ലായിരുന്നല്ലോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഫുൾ കാലിയായിട്ട് കിടക്കുക. കോച്ചിനകത്ത് ആരുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബണ്ടിലല്ല നിറച്ച ആൾക്കാർ. നമ്മുടെ ബണ്ടിലല്ല, അവിടെ കുറച്ച് അങ്ങോട്ടൊരു D10 വരെയൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടല്ലേ. പക്ഷേ D10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കുറവാണ്. ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, കണ്ടസ്റ്റബിൾ ടിക്കറ്റ് എടുത്ത ആൾക്കാർ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റുള്ള ആൾക്കാർ, അങ്ങനത്തെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ വന്നിട്ട് ഈ ഡോറിൻ്റെ സൈഡിൽ ഇരിക്കുക, കിടക്കുക. ഒരുപാട് ആൾക്കാർ, കുറച്ചൊന്നല്ല, ഓരോ പോയിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ. പിന്നെ അതെ ഈ ഒരു സൈഡില്ല, നമ്മൾ ഈ 2 സീറ്റിൻ്റെ ഇടഭാഗം ഇവിടെ എന്താ പറയുക, ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മുടെ അവിടുത്തെ ജേഴ്സിലാണ് ഇങ്ങനത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇഷ്ടംമാതിരി ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ടീച്ചറിനൊന്നും പറയുന്നില്ല ആൾക്കാരെ. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ഇങ്ങോട്ട് പുറകോട്ട് വന്നപ്പോൾ എന്നോടൊന്നും ആരൊന്നും ചോദിച്ചൊന്നുമില്ല എന്താ ഏതാണ്. പക്ഷേ നമ്മുടെ കോച്ചിലെ ടീച്ചർ വന്ന് പേര് പോയി, അല്ലാതെ വേറെ ആരും ഒന്നും കഴിവുകയൊന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു വന്ദേ ഭാരതിനെ നമുക്ക് വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നോക്കട്ടെ കേട്ടോ വന്ദേ ഭാരത് എന്ന്. മയ്യന്നൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ വന്ദേ ഭാരതിനെ കണ്ടത്. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വരാൻ വേണ്ടി അവിടെ പിടിച്ചിട്ടേക്ക് വരുന്നു.
മയിലുണ്ട് കേട്ടോ ഈ റൂട്ടിൽ. മയിലിനെ കാണാൻ പറ്റുമോ? നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളിയിൽ കയറിയിട്ടുള്ള ആദ്യത്തെ സ്റ്റോപ്പായിട്ടുള്ള കരൂരിലെത്തി കേട്ടോ. ഞാനിതിന്ന് 2 കട്ട്ലേറ്റും ഒരു പപ്സും മേടിച്ചു കേട്ടോ. ട്രേ ടേബിളില്ലാത്ത ഭയങ്കര പാടാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടായാനെ. അങ്ങനെ നമ്മൾ ഈറോഡ് എത്തിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് ഡിലേ ഉണ്ട്. ഇവിടെ 7:20 എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ 7:43 അപ്പോൾ ഞാനീ പറഞ്ഞ സമയത്ത് ക്യാമറയിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന പോലെ യൂസ് ചെയ്യുന്ന ഫോൺ റെഡ്മിയുടെ Note 13 Pro ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനീ പറഞ്ഞ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും. അത് വേറെ ഇഷ്യൂ എടുക്കുന്നത് കുഴപ്പമില്ല. അങ്ങനെ ഈ റോഡ് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുപ്പൂരാണ് കേട്ടോ. നമുക്കിതിൻ്റെ വാഷ്റൂമും കാര്യമൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ വെസ്റ്റേൺ സ്റ്റൈൽ വാഷ്റൂം. ഇതിൻ്റെ ഇന്ത്യൻ സ്റ്റൈൽ. ആരും ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഈ വണ്ടിയിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 1738 സീറ്റോളം വേക്കൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എങ്ങനെ കണ്ടുവെച്ചാൽ ഏതാണ്ട് D1 തൊട്ട് ഏതാണ്ട് ഒരു D10 കോച്ചിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ പോരാത്തതിന് പുറമേ നിന്ന് കയറുന്ന ആൾക്കാരും ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് ഒരു D11 തൊട്ട് D18 വരെയുള്ള കോച്ചിലൊക്കെ കാലിയായിട്ടാണ് ഉണ്ടാവും. അങ്ങനെ കാലിയായി വരികയാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇരിക്കുന്ന ഒരു 16 കോച്ചാണെങ്കിൽ ഫുൾ കാലിയാണ്. ആകെ 4-5 പേരെ കോച്ചിലുണ്ട്. പിന്നെ ഇതിനകത്ത് 2 AC ചേർക്കാറാണ്. അതിനകത്ത് ഫുള്ളാണ് C1 C2. നമ്മളങ്ങനെ തിരുപ്പൂർ എത്തി കേട്ടോ. നമ്മുടെ ട്രെയിനിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ട്രെയിൻ ആഴ്ചയിൽ 5 ദിവസമാണ് സർവീസ് നടക്കുന്നുണ്ടാവും. ചൊവ്വാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. അത് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 120-83 ആയിട്ടാണ്. മയിലാടുതുറയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ നമ്പർ. തിരിച്ച് കോയമ്പത്തൂരിൽ നിന്നും മയിലാടുതുറയിലേക്ക് പോകുമ്പോൾ 120-84 ആയിട്ടാണ്. ഈ ട്രെയിൻ കോയമ്പത്തൂർ ആണ് ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും നടക്കുന്നത്. ഇത് സേലം ഡിവിഷൻ്റെ വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ഇരുകൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. പക്ഷേ സ്റ്റേഷൻ്റെ ഇതുകൊണ്ടാണ് നിങ്ങൾ പ്ലാറ്റ്ഫോം പോലും ഇല്ല ഇവിടെ. പ്ലാറ്റ്ഫോം പോലും ഇല്ല ഇവിടെ. ഇതാണ് സ്റ്റേഷൻ്റെ അവസ്ഥ. ഇതാണ് 2ാമത്തെ പ്ലാറ്റ്ഫോം. മയിലാടുതുറയിൽ നിന്നും കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ 362 കിലോമീറ്ററാണ് ഇപ്പോൾ. അത് ഓടാൻ വേണ്ടി നമ്മൾ ജനശതാബ്ദി എടുക്കുന്നത് 6 മണിക്കൂർ 20 മിനിറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നോർമൽ സെക്കൻഡ് സിറ്റിങ്ങിനാണെങ്കിൽ
മയിലാടുതുറയിൽ നിന്ന് കോയമ്പത്തൂർ വരെ 175 രൂപയും അത് AC ചേർക്കാറിലേക്ക് പോകുന്ന സമയത്ത് 600 രൂപയും. ഞാനിപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ വരുന്ന ഒരാൾക്ക് 140 രൂപയും അത് AC ചേർക്കാറിനാവുന്ന സമയത്ത് 425 രൂപയാണ്. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെ 242 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അത് ഓടാനായിട്ട് എടുക്കുന്ന ടൈം 4 മണിക്കൂർ 10 മിനിറ്റാണ്. നമ്മുടെ കേരള എക്സ്പ്രസ് ആണ് അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും കോയമ്പത്തൂർ ജംഗ്ഷനിലേക്കുള്ള നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ യാത്ര കോയമ്പത്തൂർ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന ഒരു ചെറിയ ഭാഗങ്ങളുണ്ട്. അങ്ങനെ കൊല്ലത്തെത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കോഴ്സ് കേട്ടോ, S3. ഇങ്ങനെ കോയമ്പത്തൂർ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 11:12 വരേണ്ട വണ്ടിയാണ്. 40 കഴിഞ്ഞപ്പോൾ അവിടെ വന്നത്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ പാലക്കാടാണ്. അപ്പോൾ കയറി കിടക്കണമായിരുന്നു. നാളെ രാവിലെ ബാക്കി കൊല്ലത്തേക്ക് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഇപ്പം കായലിൽ എത്തിയിട്ടുള്ളൂ. വണ്ടി ലേറ്റാണ്. ഇവിടെ കൊല്ലം എത്തേണ്ട സമയം 6 മണിയായി. ഇപ്പോൾ നമ്മൾ കായംകുളം എത്തിയിട്ടുള്ളൂ. കായംകുളത്ത് നമ്മളെടുത്തു. ഇന്നലത്തെ ഉറക്കമൊക്കെ ഏറെക്കുറെ കണക്കായിരുന്നു. പാലക്കാടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ എന്തൊക്കെ ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓരോ സ്ഥലത്ത് പോയി ഞാൻ അറിയുന്നുണ്ട്. എന്താറില്ല, ഉറക്കം തീരെ കിട്ടിയായിരുന്നു. ബർത്ത്ഡേ 4 ലോവർ ബർത്തായിരുന്നു. ഈ ലോവറിൽ കടന്നുകൊണ്ടാണോ അറിയില്ല. ഈ ലോവറിൽ കടന്നാൽ കുറച്ച് നമ്മൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള സാധനം നമ്മൾ കൺഫേം ആവുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുത്തൊന്നും കിട്ടിക്കോളുന്നില്ല. ഞാൻ സൈഡ് ലോക്കാണ് പ്രിഫറൻസ് കൊടുത്തത്. എടുക്കുന്ന സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് 8 ആയിരുന്നു. അപ്പോൾ കൺഫേം ആയ സമയത്ത് എനിക്ക് ഇവിടെ 4 കിട്ടി. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മുടെ പ്രിഫറൻസ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കൊടുത്തത് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി കേട്ടോ. കൊല്ലത്ത് നമ്മുടെ വണ്ടിയിൽ കയറാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നലെ നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ തുടങ്ങിയ യാത്ര കൊല്ലത്ത് വന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. നമ്മുടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള